ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ടോപ്പർ സ്റ്റാക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറയാണ്. നമ്മുടെ വ്യാകരണ പഠനത്തിന്റെ സീരീസ് ആണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതില് ഫോർത്ത് ബ്ലോക്കിലെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ രണ്ടാം ഭാഗമാണിത്. സന്ധി വിഭാഗങ്ങളിൽ ഇനി ആദേശ സന്ധി കൂടി പറയാനുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇനി ആദേശ സന്ധിയെ കുറിച്ച് പറയാം. രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഒന്ന് പോയി മറ്റൊന്ന് വന്നു ചേരുന്നതിനെയാണ് ആദേശം എന്ന് പറയുന്നത്. ഒന്ന് പോകുകയും വേറൊരു വർണ്ണം അങ്ങോട്ട് വന്നു ചേരുകയും ചെയ്യുന്നു. ഇതിനെ സവർണനം എന്നും പറയാറുണ്ട് ട്ടോ. സവർണനം എന്നുള്ളത് മറ്റൊരു പേരാണ് ആദേശ സന്ധിയുടെ. ഇത് കൂടുതലും വ്യഞ്ജന സന്ധികളിലാണ് കണ്ടുവരുന്നത്. ടവർഗം ടവർഗത്തോട് ചേരുമ്പോൾ ടവർഗമായി മാറുന്നതാണ് ഒരു രീതി. പിന്നെയോ താലവ്യാദേശം എന്താണ്? ചവർഗം തവർഗത്തോട് ചേരുമ്പോൾ ചവർഗമായി മാറുന്നു. ടവർഗം ചവർഗത്തോട് ചേരുമ്പോൾ ചവർഗമായി മാറുന്നു. ഇതാണ് സവർണനം. ഇനി ഉദാഹരണം നോക്കൂ. വിൺ തലം. ഇതിലെ ചവർഗത്തിലേതാണ്? ചച്ച ജഞ്ചഞ്ഞ. ഇതേപോലെ തത്തദന്തന്ന ടടടടന്ന. കണ്ടോ? അതിലെ ടവർഗത്തിലെ അവസാനത്തെ വർണ്ണമാണ് ണ. ആ ണയോട് ടവർഗത്തിലെ ത എന്ന വർണ്ണം ചേരുമ്പോൾ ടവർഗമായി മാറുന്നത് കണ്ടോ? അവിടെ ത പോയി ട ആദേശം ചെയ്തു. അടുത്തത് എന്താ? വലഞ്ഞ് എന്ന ധാതുവിനോട് തു ചേരുമ്പോൾ വലഞ്ചു അല്ലെങ്കിൽ വലഞ്ഞു ആയി മാറുന്നു. അല്ലെ? ടവർഗം ചവർഗമായി മാറുന്നു. ശരി, എന്താണ് വിനാമക്രിയ? ലകാരം ദന്ത്യവും ലകാരം വർസ്യവുമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദന്ത്യമായ ലകാരം ടവർഗം പരമായി വന്നാൽ വർസ്യമായ ചകാരമായും അല്ലെങ്കിൽ ലകാരമായും വർസ്യമായ ചകാരം ടവർഗം പരമാകുമ്പോൾ മൂർധന്യമായ ടവർഗമായും മാറുന്ന പ്രക്രിയയാണ് വിനാമക്രിയ. അതായത് സ്ഥാനം താഴുന്നു, ഉച്ചാരണ സ്ഥാനം താഴുന്നതിനെയാണ് വിനാമക്രിയ എന്ന് പറയുന്നത്. അക്ഷരമാലയിലെ ഉച്ചാരണ സ്ഥാനത്തിനനുസരിച്ച് വർണ്ണങ്ങളെ തിരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോ ദന്ത്യം എന്തായി മാറുന്നു? വർസ്യമായി മാറുന്നു. അല്ലെങ്കിൽ വർസ്യം എന്തായി മാറുന്നു? മൂർധന്യമായി മാറുന്നു. ഇങ്ങനെയുള്ള സ്ഥാനം താഴലിനെയാണ് വിനാമക്രിയ എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കൂ. വിൽ എന്ന ധാതുവിനോട് തു എന്ന് ചേരുമ്പോൾ എന്തായി മാറുന്നു? വിറ്റു എന്നായി മാറുന്നു. അല്ലെ? അവിടെ ല ച ആയി മാറുന്നു. കേൾത്തു എന്തായി മാറും? കേട്ടു ആയി മാറുന്നു. ഇതിനെയാണ് വിനാമക്രിയ എന്ന് പറയുന്നത് കേട്ടോ. കേരള പാണ്ഡ്യത്തില് ഇതിൽ എന്ത് വിശദീകരണ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാലോ. ലകാരം ദന്ത്യമായിട്ടും ലകാരം വർസ്യമായിട്ടും സ്ഥാനനിർണയം ചെയ്തതിനാൽ വർസ്യമായ ലകാരം ഴകാരമായി മാറുന്നു. മൂർധന്യമായ ലകാരം ടകാരമായി മാറുന്നു. ഇനി വാസ്തവത്തിൽ ലകാരം വർസ്യവും ലകാരം മൂർധന്യവുമാണ്. ഇവിടെ വർഗാന്തരീകരണം സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വ്യാകരണ പണ്ഡിതന്മാരുടെ പക്ഷം. ഇനി എന്താണ് ഉന്നാമം? വിനാമക്രിയയുടെ വിപരീതമാണ് അല്ലെ? വർണ്ണങ്ങളുടെ സ്ഥാനം ഉയരുകയാണ് ഇവിടെ ചെയ്യുക. ഉദാഹരണം നോക്കൂ. പൊൻകുടം പൊൽക്കുടമായി മാറുന്നു. ഇവിടെ വർസ്യമായ നകാരം ദന്ത്യമായ ലകാരമായി മാറുന്നു. ഇനി ഇതിന് കേരള പാണിനിയുടെ വിശദീകരണം എന്താ നോക്കൂ. മുൻ പിൻ പൊൻ എന്നീ പദങ്ങളിലെ അന്ത്യമായ നകാരം ലകാരമായി മാറുന്നു. വർസ്യമായ നകാരം വർസ്യം തന്നെയായ ലകാരമായി മാറുകയാണ് ചെയ്യുന്നത്. അനുനാസികം ആദേശയമായി വരുമ്പോഴുള്ള നിയമം എന്താ നോക്കൂ. ഒരു അനുനാസിക വർണ്ണത്തിന് ശേഷം വരുന്ന പ്രത്യയാദി ഖരത്തിന് അനുനാസികം ആദേശമായി വരും. ഉദാഹരണം, പറഞ്ചു എന്നുള്ളത് പറഞ്ഞു ആയി മാറുന്നു. തിന്തു എന്നുള്ളത് തിന്നു ആയി മാറുന്നു. ഇതിനൊരു അപവാദമാണ് പ്രത്യയമായ കൽ എന്നാണെങ്കിൽ ഈ ആദേശം വരില്ല. ഉദാഹരണത്തിന് രാമൻകൾ എന്നുള്ളത് രാമങ്ങൾ എന്നായി മാറില്ല, രാമങ്ങൾ എന്ന് തന്നെ ആവുള്ളൂ. പ്രത്യയാധികരം ടകാരമാണെങ്കിലും ഈ ആദേശം വരില്ല. അനുനാസികാദി പ്രസരം പ്രത്യയാധികരത്തിനല്ലാതെയും വരാം. ഉദാഹരണം നോക്കൂ. പഞ്ചം പഞ്ഞം, മാങ്ങ മാങ്ങ, തേങ്ങ തേങ്ങ. അനുസ്വാരം എന്ന് പറയുന്നത് മകാരം തന്നെയാണ്. അനുസ്വാരം എന്ന് പറയുന്നത് മരം എന്നുള്ളിടത്തെ ആണ് അനുസ്വാരം. അനുസ്വാരത്തിന് ശേഷം സ്വരം വരുമ്പോൾ മകാരം തെളിഞ്ഞു കാണുന്നു. ഉദാഹരണമായി നോക്കൂ. മരം ഇല്ല,
എന്നുള്ളിടത്ത് മരമില്ല എന്നായി മാറുന്നത് അം എന്ന അനുസ്വാരം മകാരം തന്നെയാണ് എന്നതിന് തെളിവായിട്ട് പറയുന്നു. അനുസ്വാരത്തിന് പരമായി വർഗാക്ഷരങ്ങൾ വരുമ്പോൾ അതാത് വർഗാക്ഷരങ്ങളുടെ അനുനാസികങ്ങൾ ആദേശമായി വരാം. ഉദാഹരണം പെരും തച്ചൻ, ഇത് രണ്ടും ചേരുമ്പോൾ പെരുന്തച്ചനായി ന്ത വരുന്നത്. അതേപോലെ വരും കാലം വരുംകാലമായി മാറുന്നു. ഇനി അനുസ്വാരമായ അം എന്ന സമുച്ചയ നിപാതത്തോട് ചേരുമ്പോൾ വകാരമായി മാറുന്നതിന് ഉദാഹരണം നോക്കൂ. ധനം എന്നുള്ളത് ധനവും ആയി മാറുന്നു. ഇനി ഭാവി പ്രത്യയമായ മകാരവും പരമായി പ്രത്യയം ചേരുമ്പോൾ വകാരമാകും. ഉദാഹരണം നോക്കൂ. വരും അൻ വരുവൻ, വരും അൾ വരുവൾ. ഇനി ഇരട്ടിച്ച തകാരം, അനുസ്വാരത്തിന് പരമായി ഒരു പ്രത്യയമായ സ്വരം വരുമ്പോൾ അനുസ്വാരം ഇരട്ടിച്ച തകാരമായി മാറും. ഉദാഹരണം നോക്കൂ. ധനം ധനത്തെ, ധനം ഇൽ ധനത്തിൽ. ഇനി പരമായി ഓട് എന്ന വിഭക്തിയാണെങ്കിൽ ഇരട്ടിച്ച തകാരം ആദേശമായി വരാതെയും ഇരിക്കാം. ധനം ഓട്, ഇത് ചേരുമ്പോൾ ധനമോട് അല്ലെങ്കിൽ ധനത്തോട്, രണ്ട് രൂപം വേണമെങ്കിലും വരാം. താദേശം വേറെ ചിലയിടങ്ങളിലും വരാം. ഉദാഹരണം നോക്കൂ. 1000 ആണ്ട് ആയിരത്താണ്ടായി മാറുന്നു. കപികുലം അരജൻ കപികുലത്തരജനായി മാറുന്നു. ഇനി വ്യഞ്ജനങ്ങൾ എങ്ങനെയൊക്കെയാ തരംതിരിച്ചിരിക്കുന്നത്? ദൃഢവ്യഞ്ജനങ്ങൾ, ശിഥില വ്യഞ്ജനങ്ങൾ. ദൃഢവ്യഞ്ജനത്തില് ഖരം, അധിഖരം, മൃദു, ഘോഷം, ഊഷ്മാക്കൾ എന്നിവ അടങ്ങുന്ന 24 വ്യഞ്ജനങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ശിഥില വ്യഞ്ജനങ്ങളിൽ അനുനാസികങ്ങൾ, മധ്യമങ്ങൾ, ഘോഷി എന്നിവ അടങ്ങുന്ന 13 വ്യഞ്ജനങ്ങൾ ഉണ്ട് എന്നറിയാം. ദ്വിത്വം കൂടുതലായി സംഭവിക്കുന്നത് തീക്ഷ്ണധ്വനിയുള്ള ദൃഢവ്യഞ്ജനങ്ങളിലാണ്. കോമളധ്വനിയുള്ള ശിഥില വ്യഞ്ജനങ്ങളിൽ ദ്വിത്വം കുറവായിരിക്കും. ഇനി എന്താ സവർണനം നോക്കാം. ആദേശവും സവർണനവും ഒന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞു അല്ലെ. അടുത്തടുത്തുള്ള വർണ്ണങ്ങളിൽ ഒന്നിന് മറ്റേ വർണ്ണവുമായി സാമ്യമുള്ള വർണ്ണം ആദേശമായി വരുന്നതിനെയാണ് സവർണനം എന്ന് പറയുന്നത്. ഇത് 2 തരത്തിലുണ്ട്. പരസവർണനം, പൂർവ്വസവർണനം. വ്യത്യസ്ത വർഗങ്ങളിലുള്ള വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഒരു വർണ്ണം മറ്റേ വർണ്ണത്തിന്റെ വർഗത്തിലേക്ക് മാറുന്നതാണ് സവർണനം എന്ന് പറയുന്നത്. കണ്ടു എന്നുള്ളത് കണ്ടു ആയി മാറുന്നു. പരസവർണനം എന്നാല് പരവർണത്തിന്റെ, അതായത് രണ്ടാമത്തെ വർണ്ണത്തിന്റെ വർഗത്തിലേക്ക് പൂർവ്വവർണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വർണ്ണം മാറുകയാണ് ചെയ്യുന്നത്. ഉദാഹരണം വെൺജാമരം എന്നുള്ള രണ്ടാമത്തെ വർണ്ണത്തിന്റെ വർഗത്തിലേക്ക് ആദ്യ വർണ്ണം മാറുന്നു. വെൺചാമരം വെഞ്ചാമരമായി മാറുന്നു. പൂർവ്വസവർണനം എന്താ? പൂർവ്വവർണത്തിന്റെ, അതായത് ആദ്യ വർണ്ണത്തിന്റെ വർഗത്തിലേക്ക് പരവർണം, അതായത് രണ്ടാമത്തെ വർണ്ണം മാറുന്നു. കണ്ടു എന്നുള്ളത് കണ്ടു എന്നുള്ളതിലേക്ക് കണ്ടു ആകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. കൾ എന്ന ബഹുവചന പ്രത്യയം മകാരത്തിലോ നകാരത്തിലോ അവസാനിക്കുന്ന പദങ്ങളോടൊപ്പം കൾ എന്ന ബഹുവചന പ്രത്യയം ചേരുമ്പോൾ മകാരവും നകാരവും ങകാരമായി മാറുന്നു. ഉദാഹരണം മരം കൾ, മരങ്ങൾ. ഈ മരങ്ങളിന് അനുനാസികാദി പ്രസരം സംഭവിച്ച് മരങ്ങളായി മാറുന്നു. നിൻ കൾ നിങ്ങളായി മാറുന്നു. ഇതിന് അനുനാസികാദി പ്രസരം സംഭവിച്ച് നിങ്ങളായി മാറുന്നു. ഇനി നമുക്ക് കുറച്ച് സംസ്കൃത സന്ധികൾ കൂടി പരിചയപ്പെടാം. മലയാള ഭാഷാ പഠനത്തിൽ സംസ്കൃത സന്ധികൾക്കും പ്രസക്തിയുണ്ട്. കാരണം എന്താ? സംസ്കൃത പദങ്ങൾ മലയാള ഭാഷയിൽ ധാരാളം കടന്നുകൂടിയിട്ടുള്ളത് കൊണ്ട് തന്നെ സംസ്കൃത പദങ്ങളുടെ സന്ധികൾ വരുമ്പോൾ അവിടെ സംസ്കൃത സന്ധി നിയമമാണ് പ്രയോഗിക്കേണ്ടത്. അതുകൊണ്ട് പ്രധാന സന്ധി വ്യവസ്ഥകളെ കൂടി പരിചയപ്പെടാം. സ്വരസന്ധി, സവർണ സന്ധി എന്നാൽ എന്താണ്? ഒരേ സ്വരം ചേർന്നാൽ ദീർഘസ്വരം ആദേശമായി വരുന്നു. ഉദാഹരണം വസ്ത്ര അഞ്ചലം എന്തായി മാറും? വസ്ത്രാഞ്ചലമായി മാറും. ഗുണസന്ധി എന്താ? അ ആ എന്നിവയ്ക്ക് ശേഷം ഈ ഉ ഊ ഹൃ എന്നിവ വന്നാൽ എ ഓ ആർ എന്നിവ വരുന്നു. ഉദാഹരണം പരമ ഈശ്വര പരമേശ്വരയായി മാറുന്നു. സ്വരസന്ധിയിൽ ഇനി വൃദ്ധിസന്ധി ഉണ്ട്, യൺസന്ധി ഉണ്ട്, അയാദിസന്ധി ഉണ്ട്. വൃദ്ധിസന്ധി എന്താ? അ ആ എന്നിവയ്ക്ക് ശേഷം എ ഐ വന്നാൽ ഐ എന്നും ഓ ഔ വന്നാൽ ഔ എന്നും വരുന്നു. ഉദാഹരണം യഥാ ഏവ, ഇത് രണ്ടും ചേരുമ്പോൾ യഥൈവയായി മാറുന്നു. യൺസന്ധി എന്താ? യൺസന്ധി ഇ ഉ ഹൃ എന്നിവയ്ക്ക് ശേഷം സ്വരം വന്നാൽ യ വ് ര് ല് എന്നിങ്ങനെ ആദേശം വരുന്നു. ഉദാഹരണം നോക്കൂ അതി ആഗ്രഹം, ഇത് രണ്ടും ചേർന്നാൽ അത്യാഗ്രഹമായി മാറുന്നു. ഇനി അയാദിസന്ധി എന്താ? എ ഓ ഐ ഔ എന്നിവയ്ക്ക് ശേഷം സ്വരം വന്നാൽ ഐ ഔ ആയ് ആവ് എന്നിങ്ങനെ ആദേശം വരുന്നു. പ്രകൃതി ഭാവം എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് സ്വരങ്ങൾ ചേരുമ്പോൾ മാറ്റങ്ങൾ വരാതെ
പൂർവ്വസ്ഥിതിയിൽ തന്നെ തുടരുന്നത്. അഹോ ഈശ, ഈ രണ്ടെണ്ണം ചേരുമ്പോൾ അഹോ ഈശ എന്ന് തന്നെയാണ് പറയുക എന്നുള്ളത്. അതാണ് പ്രകൃതിഭാവം. ഇനി എന്താ വ്യഞ്ജനസന്ധി? വ്യഞ്ജനങ്ങൾക്ക് മാറ്റം വരുന്ന സന്ധിയാണ്. തരംതിരിവുകൾ നോക്കാം. സകാരവും തവർഗവും ശകാരമോ തവർഗമോ വന്നാൽ യഥാക്രമം ശകാരമായും ചവർഗമായും മാറുന്നു. തകാരത്തിന് പകരമായി വരുന്ന ശകാരം ഛകാരമാകും. ലകാരം പരമായാൽ തകാരം ലകാരമാകും. പദാന്തത്തിലെ ഖരം, അധികരം, മൃദു, ഘോഷം, ഊഷ്മാവ് തുടങ്ങിയവക്ക് സ്വരം, മൃദു, ഘോഷം, മധ്യമം, അനുനാസികം എന്നിവ പരമായാൽ മൃദുവായി മാറും. പദാന്തത്തിലെ അനുസ്വാരത്തിന് പരമായി വരുന്ന വർഗാക്ഷരത്തിന്റെ അനുനാസികം വികൽപേന ആദേശമായി വരുന്നു. ഇനി എന്താ വിസർഗസന്ധി? പദാന്തത്തിലെ സകാരവും രേഫവും വിസർഗമായി ഉച്ചരിക്കുന്നതാണ്. ഉദാഹരണം നോക്കൂ. മനസ് എന്നുള്ളത് മന എന്നാണ് പറയാ. ഉദാഹരണങ്ങൾ നോക്കൂ. മനപ്പാടം, ദുഃഖം. ഇനി ചില സന്ദർഭങ്ങളിൽ വിസർഗം വീണ്ടും സകാരമായി മാറുന്നുണ്ട്. ഉദാഹരണം നോക്കൂ. തപശ്ചര്യ എന്നുള്ളത് തപശ്ചര്യ അല്ലെങ്കിൽ തപശ്ചര്യ ആയി മാറും. ഇനി നോക്കൂ. പദാന്തത്തിലെ ആ ഓ എന്ന് മാറുമ്പോൾ വിസർഗം കഴിഞ്ഞുള്ള അകാരത്തിന് ഓകാരം ആദേശമായി വരുന്നു. ഉദാഹരണം മനബലം മനോബലമായി മാറുന്നു. അകാരം കഴിഞ്ഞു വരുന്ന വിസർഗം ഏതെങ്കിലും സ്വരം പരമായാൽ ലോപിക്കും. പുന അഭി എന്നുള്ളത് പുനരഭി ആയി മാറും. അകാരം കഴിഞ്ഞു വരുന്ന വിസർഗം സ്വരം, മൃദു, ഘോഷം, അനുനാസികം, മധ്യമം, ഹകാരം എന്നിവ പരമായാൽ ലോപിക്കുന്നു പറയുന്നു. ഉദാഹരണം പാ അവന്തി പാവന്തി ആയി മാറുന്നു. ആ എന്നിവ ഒഴികെ മറ്റു സ്വരങ്ങൾക്ക് ശേഷം വരുന്ന വിസർഗം രേഫമായി മാറുന്നു. ഉദാഹരണം നി അർത്ഥം നിരർത്ഥമായി മാറുന്നു. രണ്ട് രേഫങ്ങൾ ചേരുമ്പോൾ അവയിൽ ഒന്ന് ലോപിക്കുകയും ആദ്യത്തെ രേഫത്തിന് മുൻപുള്ള സ്വരം ദീർഘിക്കുകയും ചെയ്യുന്നു. ഉദാഹരണം അന്തരാഷ്ട്രീയം അന്താരാഷ്ട്രീയം. ഇസ്, ഉസ് എന്നിവയുടെ സകാരം ഷകാരമായി മാറുന്നു. ഉദാഹരണം നിഷ്കളങ്കം നിഷ്കളങ്കമായി മാറുന്നു. നോക്കൂ. സംസ്കൃത ശബ്ദങ്ങൾ ചേർന്നാൽ സംസ്കൃത നിയമം അനുസരിച്ചാണ് സന്ധി വരിക എന്ന് പറഞ്ഞു. മലയാളത്തിൽ പല പദങ്ങളും സംസ്കൃതത്തിൽ നിന്ന് കടം കൊണ്ടിട്ടുള്ളതിനാൽ സംസ്കൃത സന്ധിക്ക് പ്രാധാന്യമുണ്ട്. സംസ്കൃത ശബ്ദങ്ങൾ ചേരുമ്പോൾ സംസ്കൃത നിയമം അനുസരിച്ചാണ് സന്ധി വരുന്നത്. അപൂർവമായി മലയാള സന്ധിയും നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണം അന്താരാഷ്ട്രീയം, ദിനപത്രം, അത്യാഗ്രഹം തുടങ്ങിയവ. ഇവയൊക്കെ ഭാഷയിലെ സന്ധി നിയമം അനുസരിച്ച് ഇരട്ടിപ്പ് വന്ന് ദിനപത്രം, ചന്ദ്രക്കല എന്നൊക്കെ ആയി മാറുന്നു. സംസ്കൃതവും ഭാഷയും തമ്മിൽ സന്ധി ചെയ്യുമ്പോൾ ഈ നിയമമാണ് ഉചിതം. ചില സന്ദർഭങ്ങളിലോ സംസ്കൃത നിയമവും കാണാൻ പറ്റും. ഉദാഹരണം നോക്കൂ. ഗ്രഹപ്പിഴ, ജലപ്പരപ്പ് ഇതൊക്കെ പൂർവ്വപദത്തിന്റെ അന്ത്യസ്വരം ദീർഘിക്കുന്നത് ഈ നിയമപ്രകാരമാണ്. ഉദാഹരണം ഉടമാവകാശം, മന്നവേന്ദ്രൻ, ഭാഷാടിസ്ഥാനം തുടങ്ങിയവ. നമുക്കിനി ഈ പാഠത്തില് നമ്മൾ എടുത്ത ഭാഗങ്ങൾ ഏതൊക്കെയാന്ന് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. സന്ധിയുടെ വർഗീകരണമാണ് കേരള പാണിനിയം അനുസരിച്ച്. വർണ്ണങ്ങൾക്കുണ്ടാകുന്ന വികാരത്തെ അടിസ്ഥാനമാക്കി നമ്മൾ ലോപസന്ധി, ആഗമസന്ധി, ദ്വിത്വസന്ധി, ആദേശസന്ധി എന്നിങ്ങനെ തിരിച്ചതായി കണ്ടു. സ്വരവ്യഞ്ജന ഭേദം അനുസരിച്ച് സ്വരസന്ധി, സ്വരവ്യഞ്ജന സന്ധി, വ്യഞ്ജന സ്വരസന്ധി, വ്യഞ്ജനസന്ധി എന്നിങ്ങനെ തിരിച്ചതും കണ്ടു. പിന്നെയോ വിനാമക്രിയയും ഉന്നാമവും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. വിനാമം എന്ന് പറഞ്ഞാല് സ്ഥാനം താഴ്ന്നതിനെയാണെന്നും ഉന്നാമം എന്ന് പറഞ്ഞാൽ സ്ഥാനം ഉയരുന്നതിനെയാണെന്നും മനസ്സിലാക്കി. പിന്നെ സംസ്കൃത സന്ധികൾ ഏതൊക്കെയാണെന്ന് ചെറുതായിട്ട് പറഞ്ഞുപോയി. സംസ്കൃതത്തിൽ നിന്ന് നമ്മൾ സ്വീകരിച്ച പദങ്ങൾ മലയാളത്തിൽ ധാരാളം ഉള്ളതിനാൽ സംസ്കൃതത്തിലെ സന്ധി നിയമങ്ങളെ കുറിച്ചുള്ള അറിവ് പ്രധാനമാണ് എന്നതാണ് അതിനുള്ള അടിസ്ഥാനം. ഇനി പ്രധാന സന്ധി വ്യവസ്ഥകൾ സംസ്കൃതത്തിലേത് സ്വരസന്ധി, വ്യഞ്ജനസന്ധി, വിസർഗസന്ധി. സ്വരസന്ധിയിൽ സവർണ സന്ധി വരുന്നു, ഗുണസന്ധി വരുന്നു, വൃദ്ധിസന്ധി വരുന്നു, യൺസന്ധി വരുന്നു. ഇതൊക്കെയാണ് ഈ പാഠത്തിലൂടെ നമ്മൾ കടന്നുപോയത്. അപ്പൊ നമ്മുടെ സന്ധി വിഭാഗങ്ങൾ എന്ന 4ാം ബ്ലോക്കിലെ 2ാമത്തെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. എല്ലാവർക്കും നന്ദി.